കഴിഞ്ഞ 30 വർഷമായി കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ ഹാഷിം കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്നു. തന്റെ ചെറിയ റോഡരികിലെ ബിസിനസിനെ ലോകത്തിലേക്കുള്ള ഒരു കവാടമാക്കി മാറ്റി. ഒരു എളിയ ഉപജീവനമാർഗമായി തുടങ്ങിയത് ക്രമേണ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഉറവിടമായി മാറി. യാത്ര. കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് ഹാഷിം തന്റെ ജന്മനാടിനപ്പുറമുള്ള സ്ഥലങ്ങൾ യാത്ര ചെയ്തു. എപ്പോഴും ഭാര്യ ഹസീനയും ഒപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ അന്താരാഷ്ട്ര യാത്ര കൂടുതൽ സാഹസികതകൾക്കുള്ള വാതിലുകൾ തുറന്ന ഒരു അനുഭവം നൽകി. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലുടനീളം വ്യാപകമായി സഞ്ചരിക്കുകയും 10 രാജ്യങ്ങളിലേക്ക് വിദേശയാത്ര നടത്തുകയും ചെയ്തു. യാത്രയുടെ തുടക്കം കുറിച്ചുകൊണ്ട് 67 വയസ്സുള്ള അദ്ദേഹം ഡൽഹിയിലേക്കുള്ള തന്റെ ആദ്യ യാത്ര 2012-ലായിരുന്നു. ആ സമയങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് മാസങ്ങളിലുള്ള തന്റെ ബിസിനസിനെ ആജീവനാന്ത ഇല്ലായ്മയാക്കി മാറ്റി. അദ്ദേഹം സാധാരണയായി കട അടച്ച് വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു. എന്നിരുന്നാലും തന്റെ മൂത്ത സഹോദരിയുമായുള്ള ഒരു സംഭാഷണം ജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റി. യാത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നൽകുന്ന അനുഭവങ്ങളെക്കുറിച്ചും സഹോദരൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അത് അദ്ദേഹത്തിന്റെ ഒരു അഭിനിവേശത്തിന് കാരണമായി. അന്നു മുതൽ ഞാൻ യാത്ര നിർത്തിയില്ല. കഴിയുമ്പോഴെല്ലാം പുതിയ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നത് തുടരുന്നു. ഞാൻ ഇന്ത്യയിൽ ഒരു 10-12 സ്റ്റേറ്റിൽ ഞാനും ജ്യേഷ്ഠനും കൂടിയിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ യൂറോപ്പ്, ഈജിപ്ത് അങ്ങനെ ഒരു 10 കൺട്രിയിലേക്ക് പോയി. അങ്ങനെ ഇപ്പം 2-3 മാസം കഴിഞ്ഞ മാസമാണ് തുർക്കിയിലേക്ക് പോയിട്ട് വന്നത്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ചൈനയിലേക്ക് പോവും. ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് ചൈനയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്.